14 പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടം കിട്ടിയത്. ഗ്രാമപഞ്ചായത്ത് നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് അത് ശ്മശാനമാണ്. ശ്മശാനത്തിൽ കുഴി തോണ്ടിയാൽ അസ്ഥികൂടം കിട്ടുന്നതിൽ എന്താ അത്ഭുതം എന്ന് അതിനെ സാമാന്യവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി വന്ന സാക്ഷി പറഞ്ഞതെല്ലാം പൊളിയാണ്, കളവാണ്. ഈ പറയുന്ന തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഭാഗങ്ങൾ, ഇപ്പോൾ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ ഭാഗങ്ങളെല്ലാം ധർമ്മസ്ഥല പഞ്ചായത്തിന് കീഴിലുള്ള ശ്മശാനമാണ് എന്ന അവകാശവാദവുമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടുത്തെ രംഗത്ത് വന്നതാണ് ഈ കേസിന് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പല ശ്രമങ്ങളിലൊന്ന്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നോട്ടീസ് നൽകി അവരോട് അതിനെ സംബന്ധിച്ച് മൊഴി നൽകുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ തരത്തിലാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് അത് ശ്മശാനമാണ്. ശ്മശാനത്തിൽ കുഴി തോണ്ടിയാൽ അസ്ഥികൂടം കിട്ടുന്നതിൽ എന്താ അത്ഭുതം എന്ന് അതിനെ സാമാന്യവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇത് ശ്മശാനത്തിലാണ്, പഞ്ചായത്തിന് അറിയാവുന്നതാണ്, പഞ്ചായത്തിനെ സംബന്ധിച്ച രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ പറയുന്ന സാക്ഷിമൊഴിയൊക്കെ പൊള്ളാണ്, അല്ലെങ്കിൽ ഈ തരത്തിൽ അതൊന്നും ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് ആളുകൾ പോകും എന്നുള്ളതാണ്. എന്നാൽ SIT ഈ നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തിയതിലൂടെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഗ്രാമപഞ്ചായത്ത് നിയമ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ പഞ്ചായത്തിന് കീഴിൽ ഇത്തരത്തിൽ ശ്മശാനങ്ങൾ ഉണ്ടാകാതിരിക്കാം. പക്ഷെ ആ ഭൂമിയൊക്കെ പഞ്ചായത്തിന്റെ അസറ്റ് രജിസ്റ്ററിൽ, ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് ശ്മശാനങ്ങളുള്ളത്, അത് എത്ര ഏക്കർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര വിസ്തീർണത്തിലാണ് ആ ശ്മശാനമുള്ളത് എന്നതിനെ സംബന്ധിച്ച രേഖകളൊക്കെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ അതിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒക്കെ ഹാജരാക്കാൻ ആ രേഖകളുമായിട്ട് പോകേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാം ശ്മശാനങ്ങളാണെന്ന് വെക്കുക ഒരു വാദത്തിന്. നമ്മൾ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനം പറയുന്നതിന്റെ മേലധികാരി പറയുന്നതിനെ നമ്മൾ തള്ളിക്കളയുകയില്ല. ഇനി ആണെന്ന് കരുതുക, ഇനി അവർക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മൃതശരീരങ്ങൾ ഇനിയും ധാരാളം ഉണ്ട് എന്ന് സാക്ഷി പറയുന്നുണ്ട്. ഇപ്പൊ 14 പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടം കിട്ടിയത്, ഒരു അസ്ഥികൂടം. അത് മാത്രമേ ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുള്ളൂ. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ അടുത്ത കോണുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ പല മടങ്ങ് അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, പല തലത്തിലുള്ള ബിലോങ്ങിങ്സ്, അവരുമായി ബന്ധപ്പെട്ട ATM കാർഡുകൾ, അതുപോലെ തന്നെ വസ്ത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, പാൻ കാർഡ്, അതുപോലെ തന്നെ വാനിറ്റി ബാഗ്, ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പണിയായിട്ടുണ്ട്. അവർ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം SITക്ക് മുമ്പാകെ ഹാജരാകണം. ഇനി എവിടെയെങ്കിലും മറ്റിടങ്ങളിൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള ശ്മശാനങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കാണിച്ചു കൊടുക്കാനും അതുകൂടി SITയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി അവരുടെ മുമ്പാകെ വരികയാണ്. എന്തായാലും ഇങ്ങനെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ വളരെ കൃത്യമായി കണിശമായി നേരിടുന്ന SITയുടെ സമീപനം ശ്ലാഘനീയമാണ്. അവർ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ സാക്ഷിയോടൊപ്പം അദ്ദേഹത്തെ സഹായിക്കുന്ന അഭിഭാഷകർ ഉൾപ്പെടെ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം അട്ടിമറിക്കാനുള്ള ഏത് കോണിൽ നിന്നുള്ള ശ്രമത്തെയും നേരിടുന്നതിനാവശ്യമായി പ്രണബ് മൊഹത്തിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് വരുന്നതും ശ്ലാഘനീയമാണ്. എന്തായാലും ഇങ്ങനെ വരുന്ന ആളുകൾ ഇനി എവിടെയാണ് മൃതശരീരങ്ങൾ ഉള്ളത് എന്ന് അവർ കാണിച്ചു കൊടുക്കട്ടെ. മൃതശരീരങ്ങളുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്, ഇനിയും പ്ലോട്ടുകൾ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ആ പ്ലോട്ടുകളിൽ ഏതൊക്കെയാണ് പഞ്ചായത്ത് വക ശ്മശാനം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയട്ടെ. എങ്കിൽ പിന്നെ സാക്ഷിക്ക് ബുദ്ധിമുട്ടില്ല, സാക്ഷി പറയേണ്ടതില്ല, അവിടെ ചെന്ന് മാന്തി നോക്കിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ ആരൊക്കെ എവിടെയൊക്കെ അത്തരത്തിൽ ബറി ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അടക്കം ചെയ്യപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് ആ പഞ്ചായത്ത് ഓഫീസിൽ ഇതിനെ സംബന്ധിച്ച് രേഖ കാണണമല്ലോ. അതുപോലെ തന്നെ ഇത് ഏത് തരത്തിലാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് പോലീസിൽ രേഖയുണ്ടാകണം, അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ടാകണം, അത് സംബന്ധിച്ച് ഫയൽ ചെയ്യപ്പെട്ട FIRകൾ ഉണ്ടാകണം. ഔദ്യോഗിക ചാനലുകളാകുമ്പോൾ അത്തരം നടപടിക്രമങ്ങളൊക്കെ പാലിച്ചതിന്റെ റെക്കോർഡ്സ് ഒക്കെ
പഞ്ചായത്ത് ഓഫീസിലും സൂക്ഷിക്കേണ്ടതുണ്ട്. അതൊക്കെയായിട്ട് അവർ പോവുകയാണെങ്കിൽ ആ പ്രസ്താവന ശരിയാണ് എന്ന് നമുക്കും ശരിവെക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയൊരു സംഭവം അവിടെ ഇല്ല എന്നാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ബോധപൂർവമായി ഈ കേസ് അന്വേഷണത്തെ വളരെ സ്തുത്യർഹമായ നിലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന ഈ അന്വേഷണത്തെ അവർ കൃത്യമായ സ്ഥലത്ത് പോയി തൊടുന്നു, കൃത്യമായ കാഴ്ചയിലേക്ക് അവരെത്തുന്നു, കൃത്യമായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അവർ മണ്ണെടുക്കുന്നത്, മാന്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത് ഈ തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിലൂടെയും വൈസ് പ്രസിഡന്റിന്റെയും നാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അതിന് തടയിടാൻ SIT മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇനി അവർ രേഖകളുമായി SITയുടെ മുമ്പിൽ ഹാജരാകട്ടെ. അസറ്റ് രജിസ്റ്റർ ഉൾപ്പെടെ അടക്കം ചെയ്തതിന്റെ രേഖകൾ ഉൾപ്പെടുന്ന രജിസ്റ്റർ ഉൾപ്പെടെ അവർ SIT ടീമിന് മുമ്പിൽ ഹാജരാകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. എന്തായാലും നമ്മൾ കാണുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളിൽ നിന്നുണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയുന്നു. എന്തായാലും ഈ അന്വേഷണം ഇതേപോലെ മുന്നോട്ട് പോയാൽ 14 പോയിന്റുകളിൽ നിന്ന് ഇതുവരെ കിട്ടിയതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ 485 മൃതശരീരങ്ങൾ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന മൊഴിയാണ് സാക്ഷി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ വെളിപ്പെടുത്തലാണ് അയാൾ നടത്തിയിട്ടുള്ളത്. അതിലേക്ക് എത്തിച്ചേരാൻ തക്ക തെളിവുകൾ ഈ പറയുന്ന സ്പോട്ടുകളിൽ നിന്ന്, അയാൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരും ദിവസങ്ങളിൽ ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞതിന് അവർക്ക് മറുപടി നൽകേണ്ടതുണ്ട്. ആ മറുപടി നമുക്ക് കൂടി കേൾക്കേണ്ടതുണ്ട്.